കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് 7 നാൾ ശേഷിക്കെ LDFും UDFും ഇന്ന് പ്രകടന പത്രിക പുറത്തിറക്കും. ക്ഷേമ പെൻഷനുകൾ, ലൈഫ് മിഷൻ, കെ-ഫോൺ തുടങ്ങിയ പദ്ധതികളുടെ അടുത്തഘട്ട പ്രഖ്യാപനങ്ങൾ പത്രികയിൽ ഉണ്ടായേക്കും. ഇന്ധന ഗ്യാരണ്ടിക്ക് പുറമെ മറ്റ് പ്രഖ്യാപനങ്ങൾ UDF പ്രകടന പത്രികയിൽ ഉണ്ടാകുമെന്നാണ് സൂചനകൾ. വിവരങ്ങളുമായി KJ ശ്രീജിത്ത് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, എന്തായാലും തെരഞ്ഞെടുപ്പ് പ്രചരണമൊക്കെ ആവേശകരമായി കൊഴുക്കുക തന്നെയാണ്. അതിനിടയിലാണ് ഇപ്പോൾ പ്രകടന പത്രിക കൂടി പുറത്തേക്ക് വരുന്ന സാഹചര്യത്തിൽ UDFും LDFും എന്തെല്ലാം പ്രഖ്യാപനങ്ങളാണ് ജനങ്ങൾക്ക് മുന്നിലേക്ക് വെക്കുക? നിയമസഭാ തിരഞ്ഞെടുപ്പിന് ഇനി ഒരാഴ്ച മാത്രമേ ബാക്കിയുള്ളൂ. ഇന്നത്തെ ദിവസം ഏറ്റവും രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടതാണ്. UDFും LDFും അവരുടെ പ്രകടന പത്രിക പുറത്തിറക്കുകയാണ്. LDFിൻ്റെ പ്രകടന പത്രിക കോഴിക്കോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പുറത്തിറക്കും. അതിൽ വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് CPMൻ്റെയും LDFിൻ്റെയും പ്രവർത്തകർ പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് 3500 രൂപ ആക്കുമെന്ന രീതിയിലുള്ള ചില സൂചനകൾ വരുന്നു. അതോടൊപ്പം തന്നെ കെ-ഫോൺ, അങ്ങനെ സർക്കാരിനെ സംബന്ധിച്ച് മറ്റ് വികസന പദ്ധതികളുടെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്ന പ്രഖ്യാപനങ്ങളായിരിക്കും ഈ പ്രകടന പത്രികയിൽ ഉണ്ടാകുക. പിണറായി വിജയൻ, അതോടൊപ്പം തന്നെ പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ അടക്കമുള്ളവർ ആ കോഴിക്കോട്ടിലെ ചടങ്ങിൽ പങ്കെടുക്കും. UDFിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രകടന പത്രിക ഇപ്പോൾ നിലവിൽ തന്നെ 5 ഇന്ദിരാ ഗ്യാരണ്ടികൾ അവർ പുറത്തിറക്കിയിട്ടുണ്ട്. പ്രകടന പത്രികയിൽ കൂടുതൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. അതിൻ്റെ ഒരു പുറത്തിറക്കുന്നത് കൊച്ചിയിലാണ്. VD സതീശൻ അടക്കമുള്ള, രേവന്ത് റെഡ്ഡി അടക്കമുള്ള നേതാക്കൾ പങ്കെടുക്കും. അതോടൊപ്പം തന്നെ താരപ്രചാരകരും ഇന്ന് കേരളത്തിലുണ്ട്. പ്രധാനമായി തന്നെ പ്രിയങ്ക ഗാന്ധിയാണ് ഇന്ന് കേരളത്തിലുള്ളത്. അവർ ഇന്ന് തിരുവനന്തപുരം, ചിറയൻകീഴും, കൊല്ലത്തുമായി പ്രചരണം നടത്തും. BJPയെ സംബന്ധിച്ചിടത്തോളം അവരും വലിയ ആത്മവിശ്വാസത്തിലാണ്. ഇന്ന് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ബൂത്ത് തല പ്രവർത്തകരുമായി ഓൺലൈനിൽ ഒരു മീറ്റിംഗ് ഉണ്ട്. അങ്ങനെ 3 പാർട്ടികളും ഈ ആവേശമായ അവസാന ഘട്ടത്തിലേക്ക്, ലാപ്പിലേക്ക് കടക്കും. ഓരോ വോട്ടും അവസാന ഘട്ടത്തിൽ ഉറപ്പിക്കുക. പ്രത്യേകിച്ച് നമുക്ക് തന്നെ അറിയാവുന്നതാണ്, പല മണ്ഡലങ്ങളിലും കൃത്യമായ ത്രികോണ മത്സരങ്ങൾ നടക്കുന്നു. അങ്ങനെ ത്രികോണ മത്സരങ്ങൾ നടക്കുമ്പോൾ ചെറിയ ഭൂരിപക്ഷത്തിനായിരിക്കും വിജയിക്കാനുള്ള സാധ്യത ഉണ്ടാകുക. അതുകൊണ്ട് തന്നെ ഓരോ വോട്ടും തങ്ങളിലേക്ക് എത്തിച്ച് ചിലപ്പോൾ പല മണ്ഡലങ്ങളും പരിശോധിക്കുകയാണെങ്കിൽ ത്രികോണ മത്സരത്തിൻ്റെ പശ്ചാത്തലത്തിൽ 1000-ഓ 2000 വോട്ടിന് ജയിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ പല മണ്ഡലങ്ങളിലും കാണുന്നത്. അതിൽ തങ്ങളുടെ പാർട്ടിയെ വിജയിപ്പിച്ചെടുക്കുക എന്നതാണ് ഇപ്പോൾ അവസാന ഘട്ടത്തിൽ തന്ത്രങ്ങൾ മെനഞ്ഞ് പാർട്ടികൾ മുന്നോട്ട് പോകുന്നത്. എന്തായാലും കോൺഗ്രസും BJPയും CPMും എല്ലാം ഒരേ ഘട്ടത്തിലാണ്, ഒരേപോലെയാണ് ഇപ്പോൾ പ്രചരണത്തിൽ മുന്നോട്ട് പോകുന്നത്. പല സർവേകളും പരിശോധിച്ച് നോക്കിയാൽ നമുക്കറിയാം. ഇപ്പോൾ പല ചാനലുകളും അതോടൊപ്പം തന്നെ പത്രങ്ങളുമെല്ലാം ഏജൻസികളും സർവേകൾ പുറത്തുവിടുന്നു. ഈ സർവേകൾ പരിശോധിക്കുമ്പോൾ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത്. ആ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ തങ്ങളുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാനാണ് നിലവിൽ 3 മുന്നണികളും ശ്രമം നടത്തുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് രാഹുൽ ഗാന്ധി, അതോടൊപ്പം തന്നെ പ്രിയങ്ക ഗാന്ധി, രേവന്ത് റെഡ്ഡി, BJPയെ സംബന്ധിച്ചിടത്തോളം നരേന്ദ്രമോദി, അമിത്ഷാ, BJPയുടെ ദേശീയ അധ്യക്ഷൻ, CPMനെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി അടക്കമുള്ള പ്രമുഖരെ രംഗത്തിറക്കി അവരെ നിരന്തര മണ്ഡലങ്ങളിൽ എത്തിച്ച് വിജയം കൊയ്യാനാണ് നിലവിൽ 3 മുന്നണികളുടെയും തീരുമാനം. ശരി, എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിന് 7 നാൾ ശേഷിക്കെ തെരഞ്ഞെടുപ്പ് പ്രചരണമൊക്കെ ഊർജിതമായി തുടരുകയാണ്. അതിൻ്റെ ഭാഗമായി ഇന്ന് 2 മുന്നണികളും പ്രകടന പത്രിക അടക്കം പുറത്തിറക്കും. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്.